നെയ്യാറ്റിൻകരയിൽ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ 4 പേർ പിടിയിൽ. ആലുനിന്നക്കുഴി ജംഗ്ഷനിൽ വെച്ചുണ്ടായ തർക്കത്തിനൊടുവിൽ യുവാവിനെ സംഘം കുത്തുകയായിരുന്നു. മനുവിനെ കുത്തിയത് അമ്പാടിയും മറ്റൊരു സുഹൃത്തും ചേർന്ന് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നൌഫൽ കൂടി ചേരുന്നു. നൌഫൽ, ഇന്നലെയായിരുന്നു ഇത്തരത്തിൽ കുത്തേറ്റ യുവാവ് മരിക്കുന്നത്. അതിൽ ഇപ്പോൾ 2 പേരാണ് കസ്റ്റഡിയിൽ അല്ലെങ്കിൽ അറസ്റ്റിലായിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ഇവരെ പിടികൂടുന്നത്? തുടർ നടപടികൾ എങ്ങനെയാണ്? ഇന്നലെ രാത്രിയാണ് ഈ പറയുന്ന നെയ്യാറ്റിൻകര കാഞ്ഞിരംകുളത്ത് ആലുനിന്നക്കുഴി എന്ന് കേൾക്കുന്ന പ്രദേശത്ത് 22-കാരനായ മനു എന്നൊരാൾ കുത്തേറ്റ് മരിക്കുന്നത്. ഈ സംഭവത്തിൽ എന്തായാലും ബിജു എന്ന് പറയുന്ന ഒരാളും ബിജുവിന്റെ മക്കളായ മിഥുൻ, വിജിൻ, പിന്നെ മറ്റൊരു പറയുന്ന മക്കളുടെ മറ്റൊരു പ്രായപൂർത്തിയാകാത്ത സുഹൃത്ത് 4 പേരെന്തായാലും കാഞ്ഞിരംകുളം പോലീസ് പിടികൂടിയിട്ടുണ്ട്. അതായത് ഇന്നലെ രാത്രി 7 മണിയോടുകൂടി പറയുന്ന ബിജിന്റെ പ്രതികളിൽ ഒരാളായിട്ടുള്ള ബിജിൻ, അവരുടെ മക്കൾ, ഇവരാണ് പ്രതികൾ. ഈ ബിജുവിന്റെ വീട്ടിൽ മക്കളുടെ സുഹൃത്തായ മറ്റൊരാൾ പെട്രോൾ തീർന്നതുമായി ബന്ധപ്പെട്ട് വീട്ടിന്റെ മുമ്പിൽ നിന്ന് ബൈക്ക് റൈസ് ചെയ്യുകയായിരുന്നു. ഈ സമയം അവിടെ എത്തിയ മനു ഇത് അതായത് കൊല്ലപ്പെട്ട മനു ഈ കാര്യം ചോദ്യം ചെയ്യുകയും പിന്നീട് അവിടെ ഉണ്ടായ തർക്കവുമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. അവിടെ വെച്ച് പരസ്പരം വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടാവുകയായിരുന്നു. പിന്നീട് ഈ പറയുന്ന ബിജുവിന്റെ മക്കളായിട്ടുള്ള പ്രതികളായിട്ടുള്ളവരും പെട്ടെന്നുള്ള സംഘർഷത്തിൽ ഈ പറയുന്ന മനുവിനെ ചുറ്റിപ്പരിക്കേൽക്കുകയുമായിരുന്നു. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചുവെങ്കിലും എത്തിക്കാനായില്ല. മാത്രമല്ല, ഇതിനുശേഷം നെയ്യാറ്റിൻകര ആശുപത്രിയിൽ എത്തിയപ്പോൾ ഈ മനുവിന്റെ സുഹൃത്തുക്കളും ഈ പറയുന്ന പ്രതികളുടെ ബന്ധവുമായും അവിടെ വെച്ചും വലിയൊരു സംഘർഷമുണ്ടായിരുന്നു. പോലീസ് എത്തിയാണ് കാര്യങ്ങൾ പെട്ടെന്നൊരു അയവിലേക്ക് എത്തിച്ചത്. ഇതുതന്നെയായാലും മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കൂടുതൽ കാര്യങ്ങളിലടക്കം പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. എന്തായാലും ഈ പറയുന്ന ബിജു, അവരുടെ മക്കളായ 2 പേർ, മറ്റൊരു സുഹൃത്ത് 4 പേരെന്തായാലും കാഞ്ഞിരംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശരി, നൌഫലാണ് വിവരങ്ങളുമായി ചേർന്നത്.